ഹലോ. ഹലോ. എല്ലാം നീ പൊടിയില്ലേ? ഞാന് റൂട്ടിലാണ്. പിന്നെ എന്നിട്ട് നിന്റെ മെലിഞ്ഞെല്ലാം പോയാ? കുറച്ച്. അതായത് ഞാൻ പറഞ്ഞില്ല മറ്റേ റൂമ് അവൻ ഏതാണ്ട് പറഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നീ നമുക്ക് പോകാൻ പറ്റുമോ? നാളെ പോകാൻ പറ്റുമോ? നാളെ ശരിയാവില്ലല്ലോ, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് പോവാം. അതെയാ? അതെ, അവൻ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചോ അവിടെ ഉറപ്പായിട്ടും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നാളെ പറയാന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി വിളിച്ചത്. അപ്പൊ നീ ഇങ്ങോട്ട് വിളിക്കുവോ ഇല്ലെന്ന് അറിയാതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. 2 ദിവസം കഴിഞ്ഞ് പോവാം നമുക്ക്. അല്ലെങ്കിലും നിനക്ക് തിരക്കില്ലല്ലോ എല്ലാത്തിനും. എന്റെ തിരക്ക് നമുക്ക് അങ്ങനത്തെ മേലെങ്കിൽ വേദനയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ. അല്ല, ഞാൻ പണ്ടത്തെ കാര്യം ഓർമ്മിക്കുന്നു. പണ്ടേ എനിക്ക് തിരക്കാണ് എല്ലാ കാര്യത്തിലും. പണ്ടത്തെ കാര്യം ഇപ്പൊ ആലോചിക്കാൻ എന്താ കാര്യം? അല്ല, നമ്മൾ 8ാം ക്ലാസ് പഠിക്കുമ്പോ തുടങ്ങിയതല്ലേ, അതുകൊണ്ട്. അതധികം സൗണ്ട് പറയണ്ട. അല്ല, 8ാം ക്ലാസ് പഠിക്കുമ്പോ പിന്നെ നീ എന്നെ കണ്ടത് എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ? അതെല്ലാം ഓർമ്മയുണ്ട്. 8ാം ക്ലാസ് പഠിക്കുമ്പോ തുടങ്ങിയതും 10ലെത്തിയപ്പോ പിന്നെ ആയി. 10ലെത്തുമ്പല്ലേ നമ്മള് ആദ്യമായിട്ട് ഇത് കഴിച്ചു തുടങ്ങിയത്. പഴയ കാലമൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് വീണ്ടും എന്നെ കൊണ്ട് അതൊന്നും ഓർമ്മപ്പെടുത്തല്ല. ഒന്നും ഞാൻ മറന്നിട്ടില്ല. മറന്നിട്ടൊന്നുമല്ല, ഞാന് അതൊന്നും ഓർമ്മിക്കുന്നില്ല. നിന്റെ തിരക്ക് കാണുമ്പോ എനിക്ക് അതാ ഓർമ്മയാണ്. ആ തിരക്ക് തന്നെയാണ് ഇപ്പൊ ഉള്ളത്. നമ്മൾ വിളിച്ച് പഠിച്ച ഫ്രണ്ട് തന്നെയാണ് അത്. എനിക്ക് റൂം തരാന്ന് നമ്മൾ വിളിച്ച് പഠിച്ചു. അയ്യോ, ഒരുമിച്ച് പഠിച്ചതല്ലേ, അതൊക്കെ വേറെ. ഒരുമിച്ച് പഠിച്ചിട്ട് കാലങ്ങൾക്കറിയായി. ഒരുമിച്ച് പഠിച്ച കൂട്ടത്തില് ബന്ധം ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് നീ മാത്രമാണ്. എന്റെ ഫ്രണ്ട്സ് എല്ലാം പോയാ? അതില് ഇടക്ക് വിളിക്കും. പിന്നെ കുറെ ആൾക്കാരെ അറിയില്ല. ഞാന് മറക്കാണ്ടിങ്ങനെ കണക്ട് ചെയ്ത് പിന്തുടർന്ന് വരുന്നത് നിന്നെ മാത്രമാണ്. മറക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ്. അല്ല, പിന്നെ കോളേജ് ചെയ്തിട്ട് നമ്മൾ രണ്ടായല്ലോ, അങ്ങനെയല്ലേ ഇതുപോലെ ആയത്. അതെ, ഇതുപോലെ ആയാലും കുഴപ്പമില്ലല്ലോ. അല്ല, അല്ലെങ്കിൽ നിന്നെ തന്നെ കഴിക്കും. എന്നെ കഴിക്കാനൊന്നും നിന്റെ വീട്ടുകാരൻ സമ്മതിക്കൂലേ? ഇപ്പം വരെ മര്യാദക്ക് ഒരു ജോലിയൊന്നും ആയിട്ടില്ല. അതെല്ലാം തന്നെയാ പ്രശ്നം. ഞാൻ കൊറേ വാശി പിടിച്ചു. അതുകൊണ്ടിപ്പോ എനിക്ക് നല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടിയല്ലോ. മാത്രമല്ല വേറെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതങ്ങ് നടക്കട്ടെ. അതൊന്നുമില്ലെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ കെട്ടിയവനൊക്കെയാണെങ്കിൽ കൂടുതല് ഒരുമിച്ച് സംഗമിക്കുന്നത് നമ്മള് രണ്ടാളായിരിക്കൂലേ? അവന് പറയണ്ടല്ലോ. അല്ല, അങ്ങനെ ഇങ്ങോട്ട് മൊത്തം നമ്മുടെ സ്കൂൾ കാലം മുതൽ ഇങ്ങോട്ട് കൂട്ടിയാല് പണ്ടൊന്നും പക്ഷെ നടുവേദനയും മേലുവേദനയും ഒന്നുമില്ല. അതെല്ലാം എങ്ങനെയാ ഇപ്പം വരാൻ തുടങ്ങിയേ? കുറച്ച് ചെറുതല്ലേ, എന്തുകൊണ്ടാ? പ്രായം ഇപ്പൊ ഇങ്ങനെ കൂടി വരുമ്പോ ആളാക്കുക. അതുകൊണ്ടാണല്ലേ. നമ്മളെ സ്കൂളിന്റെ കുറെ ബാക്കിലോട്ടുള്ള നമ്മളെ സ്ഥിരം സ്ഥലമെല്ലാം ഓർമ്മയുണ്ട് എനിക്ക്. എല്ലാം ഓർമ്മയുണ്ട്. ഇന്നലെ കഴിഞ്ഞ പോലെയല്ലേ. ഒന്നും കൂടി അങ്ങോട്ട് പോണം തോന്നില്ല. ആ കാലം തന്നെയാണ് നല്ലത്. ആ കാലം തന്നെയാണ് നല്ലത്.
ആരെങ്കിലും കാണുമെന്നുള്ള പേടിയേ വേണ്ടു, വേറെ ടെൻഷനൊന്നും വേണ്ടേ. ഇല്ല. ഇപ്പോ നമ്മള് കല്യാണം കഴിക്കാനും വിളിച്ചില്ല, പിന്നെ ഇന്നലെ ആരെയും പേടിക്കണ്ടത്. അതല്ല, എന്നാലും ആൾക്കാരെല്ലാം കാണുന്നുള്ള കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ അന്നേരം. ഇപ്പൊ അതിനേക്കാളും വലിയ പ്രശ്നമായി. അതന്നെയാണ്. പാർട്ടി കാര്യമില്ല. അപ്പം നാളത്തെ കാര്യം നടക്കൂലല്ലേ? നാളത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. ഞാൻ വിളിക്കും നിന്നെ. എന്തായാലും ഉണ്ടാവും 2 ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാനൊക്കെ വിളിക്കാനില്ല. എനിക്ക് ഭക്ഷണം കഴിച്ച് ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അപ്പൊ തന്നെ കഴിക്കണം തോന്നും. എനിക്ക് നിന്നെ കാണുമെങ്കിലും വേണം. കണ്ടാ പോരാട്ട, അങ്ങനെ സ്കൂട്ടാകാൻ നോക്കണ്ട. അങ്ങനെയല്ല, അല്ല കാണുമെങ്കിലും വേണമെന്ന് പറയാ. അത്രയെങ്കിലും വേണം, അല്ലെങ്കിൽ ചുരുങ്ങിയതല്ലേ? ചുരുങ്ങിയത്. എനിക്ക് ചുരുങ്ങിയത് കണ്ടാ മാത്രം പോരാ. പണ്ടേ അങ്ങനെ തന്നെയല്ലേ. എന്തായാലും ഇങ്ങനെ വിളിക്കാനും തുറന്ന് കാണാനൊക്കെ പറ്റുന്ന തന്നെ വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞാനല്ലേ ഇവിടുന്ന് പേടിച്ച് വരേണ്ടത്. എനിക്ക് നിന്റെ ഭാവിയൊക്കെ സെറ്റായി. നമ്മുടെ ഒന്നും അറിഞ്ഞില്ല ഭാവി. കല്യാണം കഴിച്ചിട്ടല്ലേ? കല്യാണം കഴിക്കാൻ ജോലിയിലാണ് കല്യാണം. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുവോ? ഇനി എപ്പ കഴിക്കാനാണ്? ഇനിയിപ്പൊ കഴിക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഉണ്ടാവില്ല. കഴിച്ചിട്ട് ഇതൊക്കെ തന്നെയല്ലേ ജോലി. എന്നാ പിന്നെ ഞാനും അങ്ങനെ തന്നെ ആയാൽ മതിയല്ലേ? എന്നേരം പണിയാണ്. എന്താ ഒന്നുമില്ല, നേരല്ലേ നല്ലത്. എന്നേരം ഒരിക്കലും നന്നാവൂല. ഇപ്പോഴത്തെയാണ് എനിക്ക് പിന്നെയും നല്ലതായിട്ട് തോന്നുന്നു. എന്താ? അതൊക്കെ ഉണ്ട്, അന്ന് ഇപ്പൊ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂല. അല്ല, കഴിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ പോകുകയില്ലല്ലോ, ആരെയും പേടിക്കണ്ടല്ലോ. ഇപ്പം അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇതൊക്കെ തന്നെയല്ലേ. എനിക്ക് പണ്ടെടുക്ക വീട്ടിൽ വരാൻ പറ്റൂല, നിന്റെ വീട്ടിൽ വരാൻ പറ്റൂല. അതൊക്കെ നമുക്ക് സമയമാകുമ്പോ അതിനുള്ള അവസരങ്ങൾ ഇതുവരെ ഇത്രയും കാലം കിട്ടിയിട്ടില്ലേ. പിന്നെ ആ സമയത്തുള്ള ടെൻഷൻ അതിപ്പോ എപ്പോഴായാലും ഉണ്ടാവും. പണ്ട് നിന്റെ വീട്ടിലെല്ലാം ഞാൻ കൊറേ വന്നതല്ലേ. പ്രശ്നമില്ലേ? എന്റെ വീട്ടിലേക്ക് വരുമ്പം ഇപ്പോൾ ആളൊന്നും അന്നേരം അത്രയും ആളൊന്നും ഇല്ലല്ലോ. അല്ല, പണ്ടന്നേരം ഇങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് പറയാം. ഇപ്പൊ അത്ര ധൈര്യത്തിൽ വരാൻ പറ്റില്ല. അത് പണ്ടുള്ള ഈ പ്രശ്നമൊക്കെ ഉണ്ട്. അത് നമുക്കന്ന് ആ ഒരു പ്രായത്തിൽ ഇതിന്റെ പ്രശ്നവും കാര്യവും മനസ്സിലാകാതുകൊണ്ട് മാത്രമാണ്. അന്ന് നമുക്ക് എന്തുണ്ട്, നമുക്കൊന്ന് കാണണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം, അത്രേ ഉള്ളൂ. ഒരിക്കൽ നിന്റെ വീട്ടിൽ വന്നേരം ഞാൻ അനുഭവിക്കാം. ഓരോന്ന് ആലോചിച്ച് റൂം കാണിക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടിപ്പോയിട്ട് എന്നാ റൂം ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ? അത് കാണിച്ചു തന്നു. നീ ഇതെല്ലാം ഓർമ്മിച്ച് വെക്കുന്നുണ്ട്. റൂമിൽ വെച്ചിട്ടങ്ങനെ മറ്റേ തോന്നിട്ട് റൂം ഞാൻ ശരിക്കും കാണിച്ചു തന്നിട്ടില്ല. പിന്നെന്നാ റൂം കാണിച്ചു തന്ന്, ബെഡ് കാണിച്ചു തന്ന്. പിന്നെ നീ കാണാതെ പലതും വന്നല്ല നീ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. നന്ദി വേണം, നന്ദി. നന്ദിയിലുണ്ട്, നീക്ക് നന്ദി വേണ്ടേ? അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം ടെൻഷൻ കുറഞ്ഞു കിട്ടി. അതെ, അതുകൊണ്ട് ഇപ്പൊ എല്ലാം കാണിച്ചുമ്പോ പരിചയപ്പെടുത്തിയ സന്തമുണ്ട്. ഇപ്പൊ ഒന്നല്ല രണ്ടല്ലേ ഇവിടെ? രണ്ടെന്നെ. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെ
കഴിക്കാനുള്ളത് ഒന്ന് പുറത്തു പോയിട്ട് ഇഷ്ടംപോലെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള സംഭവമില്ലേ. ഉം. ഒരു ബാക്കി ആഹാരം കാണുന്നത് വരെ. ഉം. ഗെറ്റ് ഉള്ളവരും വന്നിട്ടില്ലല്ലോ. ഓ, അതിനൊന്നും വരാൻ താല്പര്യമില്ല. കാരണം അതെ, ഇനി അടുത്തുണ്ട് എന്ന് പറയുന്നത്. അന്നേരം നീ വരുമോ? ഞാനും വരും. അയ്യോ, അതൊന്നും ഞാനില്ല. ഏഹ് അന്നേരമൊന്നും നമ്മളില്ല. കാരണം എന്താ ഒന്നുമില്ല, പഠിച്ച് കഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. പഠിച്ച് കഷ്ടപ്പെട്ട് വലിയ ജോലിയൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാർ പൊങ്ങച്ചം കാണിക്കാൻ വരും. ആ കൂട്ടത്തിൽ നമ്മളിപ്പോ എന്താ പറയാ, ഓൺലൈനിന്റെ ഇതും ചുമന്നുകൊണ്ട് നടക്കണം നമ്മള്. അങ്ങനെയല്ല, നീ വന്നാലേ പിന്നെ അന്ന് നമുക്ക് എവിടെയെങ്കിലും കുറച്ച് കറങ്ങിയിട്ട് പോകാം. കറങ്ങിയിട്ട് പോകാൻ അവിടെ തന്നെ ഒരിക്കൽ അവിടെ കയറിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം. അവിടെ കയറിയിട്ട് ഞാൻ നടക്കൂല. എനിക്ക് മെസ്സേജ് വന്നില്ല, ഞാൻ അന്ന് ഒഴിവാക്കിയ. ഒരു കാര്യം അങ്ങനെയാണെന്നില്ല, അതും പേരും പറഞ്ഞ് നീ വരുമെങ്കില് അവിടെ കയറണമെന്നില്ലല്ലോ. ഒന്ന് മുഖം കാണിക്കാം, അല്ലെങ്കിൽ മുഖം നീ കാണിച്ചാ മതി. അല്ല, നീ മുഖം കാണിച്ചു മാറിയുന്നു. ആ പുറത്തിറങ്ങിയാല് നമുക്ക് ഇങ്ങോട്ടങ്ങ് മുങ്ങാം. ഇങ്ങോട്ടെങ്കിലും മാറി നിന്നാ മതി. ഞാൻ പോയിട്ട് എന്ന് പറയുന്നതല്ല ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നിന്റെ കെട്ടിയവന്റെ സുഹൃത്തുക്കളൊക്കെ ഉള്ള ഏരിയൊക്കെ ആകുമ്പോൾ മനസ്സിലാവും. അതൊന്നുമില്ല. പിന്നെ ഞാൻ കെട്ടേണ്ടി വരുമോ? പറഞ്ഞു. അപ്പൊ കെട്ടൊന്നുമില്ല അല്ലേ? അതെ, ബെസ്റ്റ്. അപ്പൊ നിന്റെ ആ ചെറുതിനെ എന്നാ ചെയ്യാ? ഇനി എന്ത് കെട്ട? അങ്ങനെയല്ല, ഞാൻ കെട്ടി വരുന്ന പറയുമ്പോ അല്ല, അങ്ങനെയല്ല, പിന്നെ മോശമല്ലേ? അതിനെന്നാ എനിക്ക് മോശമല്ല, മോശം. നീ വേറെ കഴിച്ചിട്ടൊന്നുമില്ല, എന്നാ പ്രശ്നം? നീ വേറെ കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെന്നാ പ്രശ്നമാണ്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പടെ എന്റെ അടുത്ത് തന്നെ ഞാൻ വരും. ഇത് നേരത്തെ പറയണ്ടേ? എന്തേ പേടിയായില്ലേ? പേടിയായിട്ടല്ല, ഒരു പോണ്ട പരിപാടിയാ? വരാണ്ട് പോകാൻ പറ്റില്ലല്ലോ. വീട്ടിലേ തുറന്നു പറഞ്ഞേ, തുറന്നു പറഞ്ഞാട്ടേന്ന്. അങ്ങനെ പറഞ്ഞാ ഉദ്ദേശിച്ചത്. നീ ഉറപ്പായിട്ട് നിന്റെ അടുത്ത് തന്നെ ഞാൻ വരും. വന്നോ? എന്നാ നിന്റെ വീട്ടുകാരെ സമ്മതിക്കുക? നേരത്തെ കാര്യല്ലേ? പറഞ്ഞത് കഴിക്കില്ലേട്ടാ. പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ സാഹചര്യം പാടല്ലേ? അല്ല, അപ്പൊ പിന്നെ കഴിക്കും. നീ പണ്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാവില്ലല്ലോ. പണ്ട് പിന്നെ നിന്നെ കാണണ്ടേ? പിന്നെ ആരൊന്നിച്ച് ഞാനതൊന്ന് എന്റെ വീട്ടിൽ നിന്ന് അടി ചെയ്യലല്ലാണ്ട്. ഇപ്പം കണ്ടല്ലോ. എനിക്ക് എന്തൊക്കെയാണ് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കുറച്ചു കാലം നമ്മൾ കാണാണ്ട് പറ്റിയോ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള കുറെ സംഭവങ്ങൾ അറിയാനുണ്ട്. എന്നാ ഇത് നീ വിളിക്കുവാ? മറ്റേ നാളെ എന്തായാലും നടക്കൂല, മനസ്സിലായി? ഇല്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞത്. അപ്പൊ എന്നാ നീ നാളെ വിളിച്ചിട്ടുണ്ട്. ഞാന് പിന്നെ തലേന്ന് വിളിക്കാം. എന്നാ ശരി, എന്റെ പണി നടക്കട്ടെ.